ദിവസവും മൊബൈൽ ചെലവഴിക്കുന്നുണ്ട്. ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും മൊബൈൽ ചെലവഴിക്കാത്ത ഒരാൾ പോലും എന്റെ മുമ്പിൽ ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാണത്, അല്ലേ? അരമണിക്കൂറെങ്കിലും ദിവസം മൊബൈൽ ഈ അരമണിക്കൂർ നമ്മൾ എന്തൊക്കെയാണ് മൊബൈൽ ചെയ്യുന്നത്? ഇപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ എത്ര സമയം നിങ്ങൾക്ക് ഗുണകരമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും നോളജ് തരുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം എത്ര സമയം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു? നമ്മൾ റീൽസ് കാണുന്ന തിരക്കിലല്ലേ? ഓക്കെ, പല റീൽസും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് റിയൽ ആണെന്ന്. റിയൽ ലൈഫും റീൽസ് ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? പലരുടെയും റിയൽ ലൈഫ് അല്ല നമ്മൾ റീൽസിൽ കാണുന്നത്. റീൽസ് ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ. നമ്മൾ റീൽസിൽ കാണുന്ന പലരുടെയും റിയൽ ലൈഫ് എത്രയോ പത്തറ്റിക്കാണ്, എത്രയോ ബുദ്ധിമുട്ടിലാണ്. അതൊന്നും കാണിക്കൂല. നമുക്ക് ആർക്കും എന്തെങ്കിലും സങ്കടം വന്നാൽ നമ്മളത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇല്ലല്ലേ? അതേ സമയത്ത് നല്ലൊരു ഷോപ്പിൽ പോയിട്ട് മന്തി കഴിക്കാൻ അന്നേരം നമ്മൾ സ്റ്റാറ്റസ് ഇടൂലേ, ഐ ആം ഹിയർ, അല്ലേ? ഒരു നല്ലൊരു യാത്ര പോകുമ്പോൾ കല്യാണത്തിന് സ്റ്റാറ്റസ് ഇടും, അല്ലെ മരണ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇവിടെ മരണ വീട്ടിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടല്ലോ, ഇല്ലല്ലോ. അപ്പം ഹാപ്പിനെസ് എല്ലാവരെയും അറിയിക്കാനുള്ള തിരക്കിലാണ്. കുറേ മുഖംമൂടികളാണ് റിയൽ ലൈഫിൽ പതിവും, ഇല്ലേ? അതേസമയത്ത് നമ്മുടെ റിയൽ ലൈഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ, ഈ ഇത്രയും നല്ലൊരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ എത്ര സമയം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു? നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അന്നത്തെ പോലെ ഏതെങ്കിലും ബുക്കുകളും തപ്പി നടക്കണോ? പണ്ടൊക്കെ എനിക്കൊക്കെ ഓർമ്മയൊക്കെ എൻ്റെയൊക്കെ കോളേജ് സമയത്ത് നമുക്കൊരു ബുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 2 or 3 ലൈബ്രറി തപ്പേണ്ടി ഇരുന്നൊരു ബുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബുക്ക് കിട്ടേണ്ടി. ഇന്ന് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്, അല്ലേ? എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ നോളജും. ഞാൻ എൻ്റെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിന് ഞാനിപ്പോൾ ഏകദേശം 100ഓളം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. ഈ 100 ട്രെയിനിങ്ങിൽ ഞാൻ ഒരു ബുക്ക് നോക്കിയിട്ടല്ല റെഫർ ചെയ്ത്, എല്ലാം എൻ്റെ കയ്യിലെ മൊബൈൽ, എൻ്റെ നെറ്റ് നോക്കിയിട്ട് അതിൽ നിന്ന് റെഫർ ചെയ്ത സാധനങ്ങളാണ്.